ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്തുവാണ്? പിയർലൈറ്റിനെ കുറിച്ച് പഠിച്ചു, പിന്നെ ബേണൈറ്റിനെ കുറിച്ച് പഠിച്ചു. ബേണൈറ്റിൻ്റെ കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ ബേണൈറ്റ് ലീഡ്സ് ടു മോർ സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ് കമ്പയർഡ് ടു പിയർലൈറ്റ്. ഇപ്പോൾ പിയർലൈറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേന് ബേണൈറ്റിന് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ദിസ് ഈസ് ഡ്യൂ ടു സ്മോളർ ഫെറൈറ്റ് ആൻഡ് സിമെൻറ്റേറ്റ് പാർട്ടിക്കിൾസ് അല്ലേ. അപ്പം നമുക്ക് ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു നമ്മുടെ ടി ഡയഗ്രം മൊത്തം ടി ഡയഗ്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൊത്തം ടി ഡയഗ്രം ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത് അല്ലേ, അങ്ങനെയല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ താഴോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഗ്രെയിൻ സൈസ് സ്ട്രക്ചർ കുറഞ്ഞു വരും കേട്ടോ. ഈ ഭാഗത്തായിരിക്കും ഏറ്റവും വലിയ പിയർലൈറ്റ് ഉണ്ടാകുന്നത്. ഈ ഭാഗത്ത് കോഴ്സ് പിയർലൈറ്റ്, ഈ ഭാഗത്ത് ഫൈൻ പിയർലൈറ്റ്, ഇവിടെ കോഴ്സ് ബേണൈറ്റ്, ഇവിടെ ഫൈൻ ബേണൈറ്റ്, അങ്ങനെ പോകും. അപ്പോൾ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേന് ഗ്രെയിൻ സൈസ് കുറഞ്ഞ് വലിയ വരുന്നത്. അപ്പം പിയർലൈറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേന് ബിയർലൈറ്റിൻ്റെ സൈസ് ബേണൈറ്റിൻ്റെ സൈസ് കുറച്ചും കൂടെ ചെറുതാണ് അല്ലേ. ഫൈൻ പാർട്ടിക്കിൾസ് ആണ്. ഫെറൈറ്റിൻ്റെയും സിമെൻറ്റേറ്റിൻ്റെയും പാർട്ടിക്കിൾസ് ഫൈൻ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും, ബേണൈറ്റിൻ്റെ സ്ട്രെങ്ത് പിയർലൈറ്റിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈൻ പിയർലൈറ്റും കോഴ്സ് ബേണൈറ്റും കൂടെ നോക്കി കഴിഞ്ഞാൽ ഏതിനായിരിക്കും സൈസ് കൂടുതൽ? ഫൈൻ പിയർലൈറ്റും കോഴ്സ് ബേണൈറ്റും നോക്കുമ്പോൾ ഏതിനായിരിക്കും സൈസ് കൂടുതൽ? ഫൈൻ പിയർലൈറ്റും കോഴ്സ് ബേണൈറ്റും നോക്കുമ്പോൾ ഏതിനായിരിക്കും സൈസ് കൂടുതൽ? ഫൈൻ പിയർലൈറ്റിനായിരിക്കും സൈസ് കൂടുതൽ. അപ്പോൾ കോഴ്സ് ബേണൈറ്റ് കമ്പയർ ചെയ്യുമ്പം കോഴ്സ് ബേണൈറ്റിന് സൈസ് കൂടുതലാണ്. പക്ഷേ ഫൈൻ പിയർലൈറ്റിനെക്കാട്ടും താഴെയാണ് കോഴ്സ് ബിയർലൈറ്റ് വരുന്നത്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? അപ്പം ഇതിനെ പിയർലൈറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബേണൈറ്റിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിനകത്തുള്ള ആൽഫ ഫെറൈറ്റിൻ്റെയും സിമെൻറ്റേറ്റിൻ്റെയും പാർട്ടിക്കിൾസിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് പിയർലൈറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? നമുക്ക് കൂടുതൽ സ്ട്രെങ്തും ഹാർഡ്നെസ്സും ഉണ്ടായിരിക്കും. ഡക്റ്റിലിറ്റി ഒരു മീഡിയം റേഞ്ചിൽ ഉണ്ടാവും. അപ്പം നമുക്ക് കൂടുതലും പിയർലൈറ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് ഏതായിരിക്കും? ബേണൈറ്റ് ആയിരിക്കും. കാരണം ഒരുപാട് ഹാർഡും അല്ല, ഒരുപാട് ഹാർഡ്നെസ് കുറവുമില്ല, എന്നിൽ തന്നെ ഡക്റ്റിലിറ്റിയും ഒരുപാട് കുറയുന്നില്ല. ഒരു മീഡിയം റേഞ്ചിലുള്ള ഹാർഡ്നെസ്സും കിട്ടുന്നുണ്ട്, ഒരു മീഡിയം റേഞ്ചിലുള്ള ഡക്റ്റിലിറ്റിയും കിട്ടുന്നുണ്ട്. അപ്പോൾ ബേണൈറ്റ് സ്ട്രക്ചർ പ്രൊവൈഡ്സ് എ ബെറ്റർ സ്ട്രെങ്ത് ആൻഡ് ഡക്റ്റിലിറ്റി കോമ്പിനേഷൻ. മനസ്സിലായില്ലേ? ഇപ്പോൾ പിയർലൈറ്റ് എടുക്കുകയാണെങ്കിൽ പിയർലൈറ്റിനകത്ത് നമുക്ക് നോക്കുമ്പോഴത്തേന് ഹാർഡ്നെസ് വളരെ കുറവായിരിക്കും, പക്ഷേ അത്യാവശ്യം ഡക്റ്റിലിറ്റി കാണും. പക്ഷേ ബേണൈറ്റ് എടുക്കുമ്പോഴത്തേന് നമുക്ക് ഹാർഡ്നെസ്സും അത്യാവശ്യം നമുക്ക് വർക്ക് ചെയ്യാനുള്ള അത്യാവശ്യം ഹാർഡ്നെസ് ഉണ്ട്. പിന്നെ എങ്കിൽ തന്നെ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാനുള്ള ഡക്റ്റിലിറ്റി ഉണ്ട് അല്ലേ. ഒരു കംപ്ലീറ്റ്ലി ഫുൾ ഹാർഡ് മെറ്റീരിയൽ നമുക്ക് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ചെറിയ ഡീഫോർമേഷൻസ് ഒക്കെ അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ആ മെറ്റീരിയൽ പൊട്ടിപ്പോവും അല്ലേ. അപ്പോൾ ബേണൈറ്റ് എന്ന് പറയുമ്പോഴത്തേന് ഡക്റ്റിലിറ്റിയുടെയും ഹാർഡ്നെസ്സിൻ്റെയും ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ് നമുക്ക് ബേണൈറ്റിനകത്തുനിന്ന് കിട്ടുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് ഒരു സംശയമുണ്ടോ? പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ? അടുത്ത് നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ള മാർട്ടൻസൈറ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്തുവായിരുന്നു പറഞ്ഞത്? മാർട്ടൻസൈറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. അതിനെന്തുവായിരുന്നു പറഞ്ഞത്? ഡിഫ്യൂഷൻ, മറ്റേത് പിയർലൈറ്റും ബേണൈറ്റും ഡിഫ്യൂഷൻ ട്രാൻസ്ഫർമേഷൻ ഓഫ് കാർബൺ എന്നാണ് പറഞ്ഞത് അല്ലേ. കാർബണിൻ്റെ ഡിഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഏത് ഓസ്നൈറ്റിനകത്തു നിന്ന് കാർബൺ ഡിഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഏതിനകത്ത്? പിയർലൈറ്റിനകത്തും ബേണൈറ്റിനകത്തും. പക്ഷേ മാർട്ടൻസൈറ്റിനകത്ത് എന്താണ്? മാർട്ടൻസൈറ്റ്സ് ഒക്വർ വെൻ ദ കൂളിംഗ് റേറ്റ് ഈസ് ഫാസ്റ്റർ ഇനഫ് ടു പ്രിവെൻറ്റ് ദ ഡിഫ്യൂഷൻ ഓഫ് കാർബൺ. അപ്പോൾ ഇതെന്താണ്? ഡിഫ്യൂഷൻ ലെസ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ഗാമ ഓസ്നൈറ്റ്. ഓസ്നൈറ്റിൻ്റെ ഡിഫ്യൂഷൻ ലെസ് ട്രാൻസ്ഫർമേഷൻ ഓഫ് കാർബൺ ആണ്. അതെന്താ ഡിഫ്യൂഷൻ ലെസ് ട്രാൻസ്ഫർമേഷൻ ഓഫ് കാർബൺ എന്ന് പറയുന്നത്? വൈ ഇറ്റ് ഈസ് കോൾഡ്?
പെട്ടെന്ന് കൂൾ ചെയ്യുന്ന കാർബൺ ആറ്റംസിന് മൂവ് ചെയ്യാനുള്ള ഡിഫ്യൂസ് ചെയ്യാനുള്ള ടൈം പോലും അവിടെ കിട്ടുന്നില്ല. ഓക്കെ, അറ്റ് ഹൈ റേറ്റ് ഓഫ് കൂളിംഗ്, ഫാസ്റ്റ് റേറ്റ് ഓഫ് കൂളിംഗ്, ദിസ് ഡിഫ്യൂഷൻലെസ് ട്രാൻസ്ഫർമേഷൻ ഒക്കെ കാർബൺ ആറ്റംസിന് ഡിഫ്യൂസ് ചെയ്യാനുള്ള സമയം പോലും കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഡിഫ്യൂഷന് പകരം അവിടെ എന്ത് നടക്കുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് ഡിഫ്യൂഷൻ എ സഡൻ റീഓറിയൻറ്റേഷൻ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ഫോം ഓഫ് FCC. ഗാമയുടെ സ്ട്രക്ചർ എന്തുവാ? ഗാമയുടെ സ്ട്രക്ചർ എന്തുവാ? FCC. ഡെൽറ്റയുടെയും ആൽഫയുടെയും സ്ട്രക്ചറാണ് BCC. ഡെൽറ്റയുടെയും ആൽഫ സ്ട്രക്ചറാണ് BC. ഗാമയുടെ സ്ട്രക്ചർ FCC ആണ്. അപ്പോൾ നമുക്ക് ഈ കൂള് ചെയ്യുമ്പോൾ, നമ്മൾ ഫാസ്റ്റായിട്ട് കൂള് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടുന്നില്ല, ഡിഫ്യൂഷനുള്ള ടൈം കിട്ടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? FCC സ്ട്രക്ചറുള്ള ഗാമ എന്തായിട്ട് മാറുന്നു? മാർട്ടൻസൈറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിഫ്യൂഷൻ അല്ല, പിന്നെ എന്താണ്? എ സഡൻ റീഓറിയൻറ്റേഷൻ. എന്താണ്? സഡൻ റീഓറിയൻറ്റേഷൻ ഓഫ് കാർബൺ ആറ്റംസ്. അവിടെ ഫോം ചെയ്യുന്ന സ്ട്രക്ചർ എന്തായിരിക്കും? ബോഡി സെൻറ്റേർഡ് ടെട്രഗണൽ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാകുന്നത്. എന്താണ്? ഗാമ ഓസ്നേറ്റ് ഫാസ്റ്റായിട്ട് കൂള് ചെയ്യുമ്പോൾ മാർട്ടൻസൈറ്റ് ആണ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഡിഫ്യൂഷൻലെസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കാർബൺ ആണ്. ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നത്? സഡൻ റീഓറിയൻറ്റേഷൻ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. അവിടെ ഉണ്ടാകുന്ന സ്ട്രക്ചർ ഏത് സ്ട്രക്ചറാണ്? ബോഡി സെൻറ്റേർഡ് ടെട്രഗണൽ സ്ട്രക്ചർ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അവിടെ കാർബൺ ആറ്റംസ് ഒക്കുപ്പൈ ഇത് പൊട്ടൻഷ്യൽ ഇൻഡസ്ട്രീഷ്യൽ സ്പേസസ് ഓഫ് BCT. ആ BCT എന്ന് പറയുമ്പോൾ ബോഡി സെൻറ്റേർഡ് ടെട്രഗണൽ യൂണിസെല്ലിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലായിരിക്കും ആര് വന്നിരിക്കുന്നത്? കാർബൺ ആറ്റംസ്. അപ്പോൾ മാർട്ടൻസൈറ്റ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പോയിൻ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിൻ്റ് എന്ത് ചെയ്യുന്നത്? ഡിഫ്യൂഷൻലെസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കാർബൺ. ഓക്കെ, ഡിഫ്യൂഷൻലെസ് ട്രാൻസ്ഫോർമേഷൻ നടക്കാനുള്ള കാരണം എന്താണ്? ഫാസ്റ്റ് കൂളിംഗ് ആണ്, അല്ലേ? സഡൻ കൂളിംഗ് ആണ്. അപ്പം ഡിഫ്യൂഷൻലെസ് ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ അവിടെ എന്തോ പിന്നെ നടക്കുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് ഡിഫ്യൂഷൻ അവിടെ എന്തോ നടക്കുന്നത്? സഡൻ റീഓറിയൻറ്റേഷൻ ഓഫ് കാർബൺ ആറ്റംസ്, അല്ലേ? പെട്ടെന്നുള്ള റീഓറിയൻറ്റേഷൻ ആണ്. അപ്പോൾ ആ ഒരു ഗാമ ഓസിനേറ്റിൻ്റെ സ്ട്രക്ചർ എന്തുമായിരുന്നു? ഗാമ ഓസിനേറ്റിൻ്റെ FCC സ്ട്രക്ചർ റീഓറിയൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് എന്തായിട്ട് മാറുന്നു? ബോഡി സെൻറ്റർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാമിനേഷന് ഉറപ്പായിട്ട് ചോദിക്കുന്ന സെക്ഷനാണ്. അപ്പം ബോഡി സെൻറ്റർ, അപ്പോൾ ഈ ബോഡി സെൻറ്റർ ടെട്രഗണൽ സ്ട്രക്ചറായിട്ടാണ് മാറുന്നത്. അപ്പോൾ അതിനകത്ത് കാർബൺ ആറ്റംസ് വന്ന് എവിടെ ഇരിക്കുന്നത്? ഈ ബോഡി സെൻറ്റർ ടെട്രഗണൽ സ്ട്രക്ചറിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ വോയിഡ് സ്പേസിലാണ് ആര് വന്നിരിക്കുന്നത്? കാർബൺ ആറ്റംസ് വന്നിരിക്കുക. ഇപ്പോൾ മൈക്രോ സ്ട്രക്ചർ ഓഫ് മാർട്ടൻസൈറ്റ്സിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേണൈറ്റിനകത്ത് പറഞ്ഞു നീഡിൽ ലൈക്ക് സ്ട്രക്ചറാണെന്ന് പറഞ്ഞു. പക്ഷേ മാർട്ടൻസൈറ്റിനകത്തുനിന്ന് കുറച്ചും കൂടെ ശരിക്കും നീഡിൽ ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറുവാണ്. അതായത് ഭയങ്കര ഷാർപ്പ് നീഡിൽസായിട്ട് മാറും. അത് മനസ്സിലായില്ലേ? ബേണൈറ്റിനകത്ത് നീഡിലെ സ്ട്രക്ചറാണ്, പക്ഷേ അതിനകത്ത് കാർബൺ ഡിഫ്യൂഷനിലൂടെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ കാർബൺ ഡിഫ്യൂഷനിലൂടെ അല്ല ഉണ്ടാകുന്നത്, കാർബണ് ഡിഫ്യൂഷനിലൂടെ ടൈം പോലും കിട്ടുന്നില്ല. പിന്നെ എങ്ങനെ ഉണ്ടാകുന്നത്? സഡൻ റീഓറിയൻറ്റേഷൻ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേന് അക്യുലർ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഷാർപ്പ് ഷേപ്പാണ് കേട്ടോ. സിമെൻറ്റേറ്റ് എങ്ങനെ കാണപ്പെടുന്നത്? ഷാർപ്പ് ഷേപ്പാണ്. ഷാർപ്പ് ഷേപ്പാണ്. എന്നിട്ട് നീഡിൽ ലൈക്ക് സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ നീഡിൽ ലൈക്ക് സ്ട്രക്ചറിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടോ? ഇതിൻ്റെ അകത്തുണ്ടോ? മാർട്ടൻസൈറ്റിൻ്റെ ഫോട്ടോ ഉണ്ടോ? അതുണ്ടോ? നോക്കി, കണ്ടോ? നല്ല കൂർത്ത സ്ട്രക്ചേഴ്സ് അല്ലേ? ആണോ? അപ്പോൾ അവിടെയാണ് പറഞ്ഞത് അക്യുലാർ എന്ന് വെച്ചാൽ ഷാർപ്പ് എന്നാണ്, അല്ലെങ്കിൽ നീഡിലേക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ മാർട്ടൻസൈറ്റ് എന്ന് പറയുമ്പോൾ മെറ്റാസ്റ്റേബിൾ ആണ്, അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു മാർട്ടൻസൈറ്റ് നമ്മൾ ഇക്വിലിബ്രിയം ഫേസ് അല്ലെന്ന് പറഞ്ഞായിരുന്നു, അല്ലേ? കാരണം എന്താണ്? ഇക്വിലിബ്രിയം കൂളിങ്ങിലൂടെ നമുക്ക് മാർട്ടൻസൈറ്റ് കിട്ടുമോ? ഇക്വിലിബ്രിയം കൂളിങ്ങിലൂടെ നമുക്ക് മാർട്ടൻസൈറ്റ് കിട്ടുമോ? ഇല്ല, ഇക്വിലിബ്രിയം കൂളിങ്ങിലൂടെ നമുക്ക് മാർട്ടൻസൈറ്റ് കിട്ടത്തില്ല. കാരണം നമ്മൾ സഡൻ കൂളിങ്, അത് പ്രത്യേകം നമ്മൾ എക്സ്ട്രാ ഫാനൊക്കെ വെച്ചിട്ട് നമ്മൾ പതുക്കെ ഫാസ്റ്റായിട്ട് കൂൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ?
മാർട്ടൻസൈറ്റിക്ക് എടുത്തത്. അപ്പോൾ മാർട്ടൻസൈറ്റ് ഒരു മെറ്റാസ്റ്റേബിൾ ഫേസ് ആണ്, അതായത് അത് അത്ര സ്റ്റേബിൾ ഒന്നും അല്ല, പക്ഷേ ഇറ്റ് ഈസ് സ്റ്റേബിൾ വിത്ത് ടൈം. കുറച്ച് കഴിഞ്ഞ് സ്റ്റേബിൾ ആകും, പക്ഷേ പിന്നെ മാർട്ടൻസൈറ്റ് നമ്മൾ റീഹീറ്റ് ചെയ്യുമ്പോഴത്തേന് എന്തുമായിട്ട് മാറുന്നു? ആ ഫെറൈറ്റും സിമെൻറ്റേറ്റും ആയിട്ട് മാറുന്നു. ഓക്കെ, മാർട്ടൻസൈറ്റ് നമ്മൾ റീഹീറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? മാർട്ടൻസൈറ്റ് നമ്മൾ റീഹീറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. കമ്പയർഡ് ടു അതർ മൈക്രോ സ്ട്രക്ചർ ഒബ്സർവ് ഇൻ സ്റ്റീൽ, അതായത് പിയർലൈറ്റ് എടുത്താലും ബേണൈറ്റ് എടുത്താലും, പിയർലൈറ്റിനെ ബേണൈറ്റ് വെച്ച് നോക്കുമ്പോഴത്തേന് പിയർലൈറ്റ് എടുത്താൽ ബേണൈറ്റ് എടുത്താൽ അതിനകത്ത് ഏറ്റവും ഹാർഡ് ഏതാ? പിയർലൈറ്റ് ബേണൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഹാർഡ് ഏതാ? ഹാർഡ്നെസ് കൂടുതലുള്ള ഏതാ? പിയർലൈറ്റ് എടുത്താലും ബേണൈറ്റ് എടുത്താലും അതിനകത്ത് ഹാർഡ്നെസ് കൂടുതൽ എവിടാ? ഞാൻ പറഞ്ഞില്ലേ, ബേണൈറ്റിന് അല്ല, പിയർലൈറ്റിനകത്ത് തിക്കാണ് സ്ട്രക്ചർ, അതായത് തിക്കാണ്, താഴോട്ട് വരുമ്പോഴത്തേന് ഫൈനായിട്ട് വരും. അപ്പോൾ പിയർലൈറ്റ് എടുത്താലും ബേണൈറ്റ് എടുത്താലും ബേണൈറ്റിനാണ് ഹാർഡ്നെസ് കൂടുതൽ. അപ്പോൾ ഇനി അടുത്ത മാർട്ടൻസൈറ്റ് വരിക. അപ്പോൾ പിയർലൈറ്റ് ബേണൈറ്റ് മാർട്ടൻസൈറ്റ് എടുക്കുമ്പോൾ ഇതിന് മൂന്നെണ്ണത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഹാർഡ്നെസ് ഏതാ കൂടുതൽ? മാർട്ടൻസൈറ്റിനായിരിക്കും കേട്ടോ, മാർട്ടൻസൈറ്റ്. അപ്പോൾ മാർട്ടൻസൈറ്റ് എന്ന് പറയും, മാർട്ടൻസൈറ്റ് ഈസ് ആ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ഹാർഡസ്റ്റ് ആയിട്ട്, അതായത് ഏറ്റവും കൂടുതൽ ഹാർഡ്നെസ്സും ഏറ്റവും കൂടുതൽ സ്ട്രെങ്തും ഉള്ള മെറ്റീരിയലാണ് മാർട്ടൻസൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് മോസ്റ്റ് ബ്രിട്ടിലാണ്. ഇപ്പോൾ ഏറ്റവും കുറവ് ഡക്റ്റിലിറ്റി ഉള്ള മെറ്റീരിയലാണ് മാർട്ടൻസൈറ്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് ചോദിക്കും ടേൺ മാർക്സ്, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ പിയർലൈറ്റ്, ബേണൈറ്റ്, മാർട്ടൻസൈറ്റ്. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ പോയിൻറ്റ്സ് എല്ലാം ഇതെങ്കിൽ മാത്രമേ 10 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ മൂന്നെണ്ണത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഹാർഡ്നെസ് ഉള്ള ഏതിനാണ്? മാർട്ടൻസൈറ്റിനാണ് അല്ലേ. മാർട്ടൻസൈറ്റിന് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആണ്, ഏറ്റവും ഹാർഡസ്റ്റ് ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താണ് ലിമിറ്റേഷൻ? എന്താണ്? ഡക്റ്റിലിറ്റി വളരെ കുറവാണ് അല്ലേ, ഡക്റ്റിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് എന്തുകൊണ്ടാണ് ആ പ്രോപ്പർട്ടീസ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീസ് പ്രോപ്പർട്ടീസ് ഓഫ് മാർട്ടൻസൈറ്റ് ആർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇൻറ്റർസ്റ്റീഷ്യൽ കാർബൺ ആറ്റം. ഞാൻ പറഞ്ഞു ഈ മാർട്ടൻസൈറ്റിന് സ്ട്രക്ചർ എന്തുവാ? മാർട്ടൻസൈറ്റിന് സ്ട്രക്ചർ എന്തുവാ? ഷാർപ്പ് നീഡിൽ സ്ട്രക്ചറാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ഏത് BCT അല്ലേ, ബോഡി സെൻറ്റേർഡ് ടെട്രഗണൽ. ഈ ബോഡി സെൻറ്റേർഡ് ടെട്രഗണലിൻ്റെ ഈ എവിടെയാണ് കാർബൺ ആറ്റംസ് വന്നിരിക്കുന്നത്? ഇൻറ്റർസ്റ്റീഷ്യൽ. അപ്പോൾ അതാണ്. അപ്പോൾ ദീസ് പ്രോപ്പർട്ടീസ് ഓഫ് മാർട്ടൻസൈറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇൻറ്റർസ്റ്റീഷ്യൽ കാർബൺ ആറ്റംസ് ഇൻ BCT സ്ട്രക്ചർ. BCT സ്ട്രക്ചറിലുള്ള ഇൻറ്റർസ്റ്റീഷ്യൽ കാർബൺ ആറ്റംസിൻ്റെ പ്രസൻസ് കൊണ്ടാണ് നമ്മുടെ മാർട്ടൻസൈറ്റിന് ഏറ്റവും കൂടുതൽ ഹാർഡ്നെസ്സും ഏറ്റവും കൂടുതൽ സ്ട്രെങ്തും ഉണ്ടാകുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതിന് എന്ത് കുറവാണ്? ഏറ്റവും കുറവ്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഏറ്റവും കുറവ് ഡക്റ്റിലിറ്റി ആയിരിക്കും. അപ്പം ദിസ് ഇൻഡസ്ട്രീഷ്യൽ ഇമ്പോറിറ്റീസ് ആക്ട് ആസ് എ ബാരിയർ ടു ദ ഡിസ്ലൊക്കേഷൻ മോഷൻ. ആ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ എന്തുകൊണ്ട്? കാർബൺ ആറ്റംസ് ഇരിക്കുന്നതുകൊണ്ട് ഡിസ്ലൊക്കേഷൻ മോഷനും അതൊരു ബാരിയറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഡിസ്ലൊക്കേഷൻ മോഷൻ്റെ ബാരിയറായിട്ട് ആക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? ഡിസ്ലൊക്കേഷൻ മോഷൻ ബാരിയറായിട്ട് ആക്ട് ചെയ്ത് എന്ത് കൂടും? സ്ട്രെങ്ത് കൂടത്തില്ലേ? ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. ആൾസോ ദ BCT സ്ട്രക്ചർ ഈസ് ആൾസോ ഹാവിങ് only a few slip planes along which dislocation can move. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ പറഞ്ഞതാണ്. സ്ലിപ്പ് പ്ലെയിൻസ് ഒക്കെ പറഞ്ഞില്ലേ? സ്ലിപ്പ് പ്ലെയിൻസ് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് പറഞ്ഞില്ല? സ്ലിപ്പ് പ്ലെയിൻസ് ഒക്കെ പറഞ്ഞില്ലായിരുന്നു? ഡിസ്ലൊക്കേഷൻ മോഷൻ മൂവ് ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറയുന്ന പേരാണ് സ്ലിപ്പ് പ്ലെയിൻസ് എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ഈ BCTക്കകത്ത് സ്ലിപ്പ് പ്ലെയിൻസിൻ്റെ എണ്ണം വളരെ കുറവാണ് അല്ലേ. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സാണ്. എന്തൊക്കെയാണ് ഈ മാർട്ടൻസൈറ്റിൻ്റെ ഹാർഡ്നെസ് കൂട്ടാനുള്ള കാരണങ്ങൾ? ഒന്നാമത്തെ ഫാക്ടർ അതിന് BCT സ്ട്രക്ചറാണ്. രണ്ടാമത്തെ ഫാക്ടർ BCT സ്ട്രക്ചറിൻ്റെ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലാണ് കാർബൺ ആറ്റംസ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? ആ ഒരു ഇൻറ്റർസ്റ്റീഷ്യൽ ഇമ്പോറിറ്റീസ് ഡിസ്ലൊക്കേഷൻ മോഷന് ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യും.
മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്താണ്? BC2 സ്ട്രക്ചറിന് സ്ലിപ്പ് ലൈൻസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസ് കൊണ്ടാണ് മാർട്ടൻസൈറ്റിന് ഹാർഡ്നെസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഏറ്റവും കൂടുതലാണെന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. ആപ്ലിക്കേഷൻ നമ്മളീ പറഞ്ഞത് ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രം നമ്മൾ പഠിച്ചു. ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രം എന്തുവാ? വേണ്ട, ഇതാണ് യൂട്ടക്ടോൾ ടെമ്പറേച്ചർ അല്ലേ? യൂട്ടക്ടോൾ ടെമ്പറേച്ചർ ഇത്. പിന്നെന്താണ്? ഇവിടം തൊട്ട് ഇങ്ങനെ വന്ന് അല്ലേ ഇവിടം വരെ എന്തുവാണ്? ഇവിടം തൊട്ട് ഇവിടം വരെ എന്തുവാണ്? ഗാമ ഓസിനേറ്റ് എന്തുമായിട്ട് മാറുന്നു? പിയർലൈറ്റ് ആയിട്ട് മാറുന്നു അല്ലേ? ഈ ഭാഗത്ത് എന്തുകൊണ്ടാവുന്നത്? ഈ ഭാഗത്ത് എന്തുകൊണ്ടാവുന്നത്? കോഴ്സി പിയർലൈറ്റ് ഉണ്ടാകുന്നു അല്ലേ? ഈ ഭാഗത്ത് എന്തുകൊണ്ടാകുന്നത്? ഫൈൻ പിയർലൈറ്റ് ഉണ്ടാകുന്നു അല്ലേ? ഈ പോയിന്റിനെ പറയുന്ന പേരാണ് എന്താ പറയുന്നത്? ഈ പറയുന്ന പേരെന്താണ്? നോസ് എന്ന് പറയുന്നത് അല്ലേ? നോസ്. ആ നോസിന് താഴോട്ട് എന്തുകൊണ്ടാകുന്നത്? ഗാമ ഓസിനേറ്റ് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാവുന്നത്? ബയണൈറ്റ് ആണ് ഉണ്ടാകുന്നത് അല്ലേ? ഗാമ ഓസിനേറ്റ്. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഭാഗം എന്തായിരിക്കും? കോഴ്സ് ബയണൈറ്റ് ആണ് ഉണ്ടാകുന്നത് അല്ലേ? ഈ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്തായിരിക്കും? ഫൈൻ ബയണൈറ്റ് ആണ് ഉണ്ടാകുന്നത്. പിന്നെ ഉണ്ടാകുന്നതാണ് മാർട്ടൻസൈറ്റ്. ഇത് മാർട്ടൻസൈറ്റ് സ്റ്റാർട്ടിങ് മാർട്ടൻ 50%, മാർട്ടൻസൈറ്റ് 90%. അപ്പോൾ ഈ ഭാഗത്ത് മാർട്ടൻസൈറ്റ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോത്തിൻ്റെയും പ്രോപ്പർട്ടീസും അതെങ്ങനെയാണ് ഉണ്ടാകുന്നതും. അപ്പം മാർട്ടൻസൈറ്റ് മാത്രമേ ഉള്ളൂ ഡിഫ്യൂഷൻ ലെസ് ട്രാൻസ്ഫോർമേഷൻ. പിന്നെ പിയർലൈറ്റും ബേണൈറ്റും ഡിഫ്യൂഷൻ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതെന്താണ്? അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? ഹാർഡ്നെസ് എങ്ങനെയാണ്? ഹാർഡ്നെസ് കൂടുതൽ ഏതിനാണ്? ഹാർഡ്നെസ് ഏറ്റവും കുറവ് ഏതിനാണ്? ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ ഏതിനാണ്? ആ പ്രോപ്പർട്ടീസ് എല്ലാം ഞാൻ പറഞ്ഞു. അതെല്ലാം ക്ലിയർ ആയല്ലോ? അടുത്തൊന്നും യാതൊരു സംശയമില്ലല്ലോ? കഴിഞ്ഞ ദിവസത്തെ കൺഫ്യൂഷൻ എല്ലാം മാറിയല്ലോ? ഇപ്പോഴും കൺഫ്യൂഷനുള്ള ആരെങ്കിലും ഉണ്ടോ? ഇപ്പോഴും ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രം കൺഫ്യൂഷനുള്ള ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എനിക്കറിയാം ഒരു തവണയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും കൺഫ്യൂഷൻ ആയിരിക്കും. സത്യം പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നു 1-2 തവണ ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുമോ ഇന്ന്. അപ്പം ഇന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പം ഈ ഒരു സെക്ഷനിൽ എന്തെങ്കിലും ഇവിടം വരെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ന് ചോദിക്കാം. ആർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പോൾ നമ്മൾ കുറേ പഠിച്ചു. ഇത് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂട്ടറ്റിക് റിയാക്ഷൻസ്, പെരിട്ടറ്റിക് റിയാക്ഷൻസ്, അയൺ കാർബൺ ഡയഗ്രംസ്, പിന്നെ കോപ്പർ സിൽവർ ഡയഗ്രം, കോപ്പർ നിക്കൽ ഡയഗ്രംസ്, ഈ കാര്യങ്ങളെല്ലാം പഠിച്ചോണം കേട്ടോ. ഇതെല്ലാം എക്സാമിനേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ നമുക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുവെന്ന് വെച്ചാൽ ജസ്റ്റ് ഓടിച്ചിട്ടെന്ന് പറയാം. നമുക്ക് 2 മിനിറ്റ് സമയം കൂടെ ഉള്ളൂ. കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. അപ്പം നമ്മൾ ഐസോതെർമൽ എന്ന് പറയുമ്പോഴത്തേന് ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രം വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റൻറ്റ് ആക്ച്വൽ ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രം വരയ്ക്കുന്നത് ഐസോതെർമലായിട്ട് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ വരയ്ക്കുന്നത്. പക്ഷേ ആക്ച്വൽ പ്രാക്ടീസില്ല. ഇൻ ആക്ച്വൽ പ്രാക്ടീസ് സ്റ്റീൽ ഈസ് റെയർലി കോൺഷ്യഡ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ആയിരിക്കത്തില്ല ആക്ച്വൽ പ്രാക്ടീസിൽ. ആക്ച്വൽ പ്രാക്ടീസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റീലിനെ ഓസ്നേറ്റിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൂൾ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഡയഗ്രത്തിനെ പറയുന്ന പേരാണ് കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഐസോതെർമൽ കൂളിങ്ങിലൂടെ ഉണ്ടാകുന്ന ഡയഗ്രത്തെ പറയുന്ന പേരാണ് ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അതല്ല ഐസോതെർമലായിട്ടല്ല ആക്ച്വൽ കേസിൽ നമ്മൾ ഐസോതെർമലായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൂൾ ചെയ്യും. ആ സമയത്തുണ്ടാകുന്ന ഡയഗ്രാമാണ് കണ്ടിന്യൂസ് കൂളിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഒറ്റൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് കൂളിംഗ് ഡയഗ്രത്തിനകത്ത് for continuous cooling the time required for the reaction to begin and end is delayed. അതായത് ട്രാൻസ്ഫോർമേഷൻ തുടങ്ങാനുള്ള സമയം ട്രാൻസ്ഫോർമേഷൻ തീരുന്ന സമയവും കുറച്ച് ഡിലേ ചെയ്യുന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ട്രാൻസ്ഫോർമേഷൻ ഇത് കണ്ടോ, ഇതിനകത്ത് തിക്ക് ലൈനായിട്ട് കാണിച്ചേക്കുന്നത് എന്താണ്? തിക്ക് ലൈനായിട്ട് കാണിച്ചേക്കുന്നത് ഐസോതെർമൽ. ഡോട്ടർ ലൈനായിട്ട് കാണിച്ചേക്കുന്നത് എന്താണ്? ഡോട്ടർ ലൈനായിട്ട് കാണിച്ചേക്കുന്നത് ഐസോതെർമൽ
ട്രാൻസ്ഫർമേഷൻ, അതായത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ട്രാൻസ്ഫർമേഷൻ. പക്ഷേ കണ്ടിന്യൂസ് കൂളിംഗ് എന്ന് പറയുമ്പോഴത്തേന് ട്രാൻസ്ഫർമേഷൻ തുടങ്ങാൻ ടൈം എന്തുവാ, കുറച്ച് ഡിലേ ആവും. കണ്ടോ, ഇവിടെ തുടങ്ങേണ്ട ട്രാൻസ്ഫർമേഷൻ ഇവിടെ തുടങ്ങിയേക്കുന്നത് കണ്ടോ, ഇവിടെ എൻഡ് ചെയ്യുന്ന ട്രാൻസ്ഫർമേഷൻ എവിടെ എൻഡ് ചെയ്തേക്കുന്നത്, ഇവിടെ എൻഡ് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂസ് ട്രാൻസ്ഫർമേഷൻ ഡയഗ്രം എന്ന് വെച്ചാൽ നമ്മുടെ ആക്ച്വൽ കേസിൽ നമുക്ക് ഐസോതെർമലായിട്ട് കൂളിംഗ് ആയിരിക്കത്തില്ല, നമുക്ക് കണ്ടിന്യൂസ് കൂളിംഗ് ആയിരിക്കും. അതിനകത്ത് ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർമേഷൻ ചെയ്യേണ്ട ടൈം ഒന്ന് ഡിലേ ആവും, അതായത് സ്റ്റാർട്ടിങ് ടൈമും ഡിലേ ആവും, എൻഡിങ് ടൈമും ഡിലേ ആകും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ കണ്ടിന്യൂസ് ട്രാൻസ്ഫർമേഷൻ ഡയഗ്രത്തിനകത്ത് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കണ്ടിന്യൂസ് ട്രാൻസ്ഫർമേഷൻ ഡയഗ്രം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടും വരയ്ക്കുക. ഈ ഡോട്ടിനായിട്ടുള്ളത് എന്താണ്, ഐസോതെർമൽ ട്രാൻസ്ഫർമേഷനും അതിനേക്കാളും കുറച്ച് ഡിലേ ചെയ്ത് വരയ്ക്കുക. ഈ ഹാർഡായിട്ടുള്ള ലൈൻ വരച്ചിട്ടുണ്ടോ, ഇത് കുറച്ച് ഡിലേ ചെയ്ത് വരയ്ക്കുക. സ്റ്റാർട്ടിങ് ടൈമും എൻഡിങ് ടൈമും കുറച്ച് ലേറ്റായിട്ടായിരിക്കും തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഐസോതെർമൽ ട്രാൻസ്ഫർമേഷൻ ഡയഗ്രം ഉണ്ട്. അത് ഞാൻ കുറച്ചുണ്ട്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തോളാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇത്രയും ക്ലിയർ ആയോ? പിന്നെ ഞാനാണെങ്കിൽ പറഞ്ഞായിരുന്നല്ലോ 1 hour ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ.